ഡെവലപ്പേഴ്സ് നമുക്കിന്ന് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റിലെ വേറൊരു ടോപ്പിക്ക് പോളിമോർഫിസത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലെ. പോളിമോർഫിസം എന്ന് പറയുന്നത് ഇതൊരു ഗ്രീക്ക് വേർഡാണ്. മെനി ഫോംസ് ഇതിന്റെ മീനിങ്. ഇപ്പൊ നമ്മൾ പ്രോഗ്രാമിൽ ഒരു റിയൽ ടൈം എക്സാമ്പിൾ എടുക്കാം. ഫസ്റ്റ് നമ്മളൊരു ഷേപ്പ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാം. നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഷേപ്പ് ഉണ്ടല്ലേ, സർക്കിള്, ട്രയാങ്കിള്, റെക്ടാങ്കിള്, അതെല്ലാം ആ ഷേപ്പ് എന്ന് പറഞ്ഞ ബേസിന്റെ ഡിഫറെന്റ് ഫോംസ് അല്ലെ. ഇത് തന്നെയാണ് പ്രോഗ്രാമിൽ പോളിമോർഫിസം. ബേസിക്കലി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും രണ്ട് ടൈപ്പ് പോളിമോർഫിസം ഉണ്ട്, റൺ ടൈമും കമ്പൈൽ ടൈമും. അതിൽ PHP ട്രഡീഷണൽ ആയിട്ട് ഈ കമ്പൈൽ ടൈം പോളിമോർഫിസം സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് വേണമെങ്കിൽ മാനുവലി ഇംപ്ലിമെന്റ് ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന റൺ ടൈം പോളിമോർഫിസത്തെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നേരത്തെ പറഞ്ഞ ഷേപ്പിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. എനിക്കൊരു പാരന്റ് ക്ലാസ് ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിന് എനിക്ക് രണ്ട് ക്ലാസ്, ഒരു സ്ക്വയർ ക്ലാസ്സും സർക്കിൾ ക്ലാസ്സും ഈ ഷേപ്പ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്, അതായത് ഇൻഹെറിറ്റ് ചെയ്യുവാണ്. ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ പ്രീവിയസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, കാണാത്തവർ പോയി കണ്ടിട്ട് വരിക കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഷേപ്പ് ക്ലാസ് ഉണ്ട്, അതിന് രണ്ട് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഷേപ്പ് ക്ലാസ്സിൽ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, ജനറൽ ആയിട്ട് ഏത് ഷേപ്പിന്റെ ആണെങ്കിലും. എന്നിട്ട് എൻ്റെ രണ്ട് ചൈൽഡ് ക്ലാസ്സിലും ഞാൻ എഗെയിൻ ഈ ഫംഗ്ഷനെ, ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുവാണ്. ഓക്കെ, അപ്പം മെത്തേഡ് ഓവർ റൈഡിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. സെയിം പാരന്റ് ക്ലാസ് ഫംഗ്ഷനെ ചൈൽഡ് ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ചൈൽഡ് ക്ലാസ്സിൽ ഇപ്പം സർക്കിൾ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ബേസ് ചെയ്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും, സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ റൺ ടൈം പോളിമോർഫിസം. ഇത് നമ്മൾ റൺ ടൈമിലാണ് മനസ്സിലാക്കുന്നത്. അതായത് കോൾ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഏത് ഫംഗ്ഷനെയാണ്. ഇപ്പോൾ ഒരു ചൈൽഡ് ക്ലാസ്സിലെ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സർക്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യും. ഇനി അതിനെയും റെക്ടാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റാ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റെക്ടാങ്കിളിന്റെ ഒബ്ജക്റ്റിനെ ആയിരിക്കും കോൾ ചെയ്യുന്നത്. ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ? നമുക്കിതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്താലോ? നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഷേപ്പ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പബ്ലിക് ഫംഗ്ഷൻ എഴുതുകയാണ്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഡെഫിനേഷൻ ആയിട്ട് ജസ്റ്റ് റിട്ടേൺ 0 മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇതൊരു ജനറൽ ഷേപ്പ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ക്ലാസ്സും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്, സർക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സർക്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. ഇതിന്റെ പാരന്റ് ക്ലാസ് ഷേപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഹെറിറ്റൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിന്റെ അകത്തൊരു വേരിയബിൾ കൊടുക്കുകയാണ്. റേഡിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഞാനൊരു കൺസ്ട്രക്ടർ ത്രൂ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നു, ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് കൺസ്ട്രക്ടർ ത്രൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വേരിയബിളിനെ, കൺസ്ട്രക്ടർ വേരിയബിൾ വാല്യൂവിനെ പാസ് ചെയ്യും, അതായത് റേഡിയസിനെ പാസ് ചെയ്യും. നമുക്കറിയാലോ സർക്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, πr² അല്ലേ. അപ്പോൾ πr² ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ടർ ത്രൂ വാല്യൂവിനെ ഇനിഷ്യലൈസ് ചെയ്തു. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് റൺ ടൈം പോളിമോർഫിസം. അതായത് നമ്മൾ പാരന്റ് ക്ലാസ്സിൽ എഴുതിയിരിക്കുന്ന സെയിം ഫംഗ്ഷനെ തന്നെ ഈ സർക്കിളിന്റെ ക്ലാസ്സിലും ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് അതിന് ഡെഫിനിഷൻ കൊടുക്കുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ സർക്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ, അതായത് 3.14 ഇൻറ്റു πr², അതായത് റേഡിയസ് ഇൻറ്റു റേഡിയസ്, അതാണല്ലോ r² എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഇതാണ് ബേസിക്കലി പോളിമോർഫിസത്തിന്റെ റൺ ടൈം പോളിമോർഫിസം. റൺ ടൈമിലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഏത് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്തത് അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഏരിയ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഫംഗ്ഷനെ
ഷേപ്പ് ക്ലാസ്സിന്റെ ആണെങ്കിൽ ഷേപ്പിന്റെ ഏരിയനെ ആയിരിക്കും, സർക്കിൾ ക്ലാസ്സിന്റെ ആണെങ്കിൽ സർക്കിളിന്റെ ഏരിയനെ ആയിരിക്കും നമ്മൾ കോൾ ചെയ്യുന്നത്. അടുത്തത് ഞാൻ എഗൈൻ ഒരു ക്ലാസ്സും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സ്ക്വയർ എന്ന് പറഞ്ഞ് എഗൈൻ ഞാൻ എൻ്റെ പാരന്റ് ക്ലാസ് ഷേപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുവാണ്, ഡിക്ലെയർ ചെയ്യുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ഈ വേരിയബിളിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യും. അഗെയിൻ നമ്മൾ ആ ഏരിയ ഫംഗ്ഷനെ തന്നെ ഓവർ റൈഡ് ചെയ്യുവാണ്. എന്നിട്ട് സൈഡിന്റെ സൈഡ് ആണല്ലോ സ്ക്വയറിന്റെ ഏരിയ കാണുന്ന ഡെഫിനിഷൻ. അപ്പൊ ഇവിടെ നോക്കി നോക്ക്, സെയിം ഫംഗ്ഷനെ തന്നെ നമ്മൾ ദിസ് കീവേഡ് യൂസ് ചെയ്തില്ല. ദിസ് കീവേഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ബേസിക്കലി ഈ ക്ലാസിന്റെ വേരിയബിളിനെ റെഫർ ചെയ്യുക, അതാണ് മീനിങ്. ഓക്കെ, അപ്പൊ നമ്മൾ സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ഏരിയ ഫംഗ്ഷന് 3 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ പാരന്റ് ക്ലാസ്സിൽ ഒരു ഡെഫിനിഷൻ, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത സർക്കിൾ ക്ലാസ്സിൽ സർക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ, ഇനി അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത സ്ക്വയർ ക്ലാസ്സിൽ സ്ക്വയറിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഓർ ഡെഫിനിഷൻ. അപ്പൊ ഇതിനെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് റൺ ടൈം പോളിമോർഫിസം ആണ്. റൺ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കിയാലോ. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ സർക്കിൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്. ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സർക്കിൾ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്ക്വയർ ക്ലാസ്സിനും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കണം അല്ലേ. കൺസ്ട്രക്ടർ ഇട്ടിട്ടുണ്ടല്ലോ. സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് 2 പാസ് ചെയ്യുന്നു, സ്ക്വയറിന്റെ സൈഡ് ആയിട്ട് നമ്മൾ 3 പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ സർക്കിളിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഏരിയ ഫംഗ്ഷനെ കോൾ ചെയ്യാം. അതുപോലെ തന്നെ സ്ക്വയറിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഏരിയ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഇതാണ് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. റൺ ടൈമിൽ ക്രിയേറ്റ് ചെയ്ത ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ ഏത് ക്ലാസിന്റെ ആണോ ഒബ്ജക്റ്റ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫംഗ്ഷൻ കോൾ വരുന്നത്. മെത്തേഡ് ഓവർ റൈഡിങ് മനസ്സിലായില്ലേ? പോളിമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഫോം ആണെന്ന്. ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് 2 ഫോം ഉണ്ട്. അത് തന്നെ റൺ ടൈം 2 പോളിമോർഫിസം ഉണ്ട്. സ്റ്റാറ്റിക് പോളിമോർഫിസം ഓർ കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം ഓർ ഡൈനാമിക് പോളിമോർഫിസം മീൻസ് റൺ ടൈം പോളിമോർഫിസം. അപ്പം ഈ റൺ ടൈം പോളിമോർഫിസം ആണ് PHP സപ്പോർട്ട് ചെയ്യുന്നത്. ട്രഡീഷണൽ PHP കമ്പൈൽ ടൈം പോളിമോർഫിസം ഫംഗ്ഷൻ ഓവർലോഡിങ് ത്രൂ ആണ് നമ്മൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C++ഓ ജാവയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം ഒരു ക്ലാസിന്റെ ഉള്ളിൽ തന്നെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർക്കിൾ ക്ലാസിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഏരിയ ഫംഗ്ഷനെ 2-3 ടൈം ഡിഫൈൻ ചെയ്യും. ഓരോ പ്രാവശ്യം അതിൽ ഒന്നെങ്കിൽ അതിന്റെ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പോ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സോ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നോക്കിയാൽ കാണാം. ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് PHPന്റെ കേസിലേക്ക് വരുമ്പോൾ റൺ ടൈം പോളിമോർഫിസം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഓവർ റൈഡിങ് ആണ്. നമുക്ക് ഇത് റൺ ചെയ്താലോ? കണ്ടില്ലേ, ആദ്യം നമ്മൾ 2 ആണ് പാസ് ചെയ്തത്. 2 × 4 4 × 3.14 12.56 സർക്കിളിന്റെ ഏരിയ ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തത് നമുക്ക് സ്ക്വയറിന്റെ ഏരിയ, അതായത് സ്ക്വയറിന്റെ സൈഡിന്റെ സൈഡ് ആയതുകൊണ്ട് നമ്മൾ 3 × 3 9 കിട്ടി. അപ്പൊ ഇതാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്.
ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഇനി ഹാൻഡിൽ ചെയ്യേണ്ടത് വേറെ ഏത് ടോപ്പിക്കാണോ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.